ചാണകക്കുഴിയിൽ നിന്ന് ചന്ദനം മണക്കില്ലല്ലോ. ആദ്യം തന്നെ പറയട്ടെ, അദ്ദേഹം ഒരു RSS കാരനാണ്. അത് നമ്മൾ എടുത്തു പറയണം. RSSന്റെ ഫാക്ടറിയിൽ, RSSന്റെ തലച്ചോറിൽ ഉത്ഭവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പരാമർശങ്ങൾക്കും ഒരു വർഗീയ വിഷം തുപ്പുന്ന മലീമസമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ രാഷ്ട്രീയ ചൊവ്വയുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ കാണുന്നു. ഒരു RSS കാരൻ എങ്ങനെ പറയുന്നോ അതിനങ്ങനെ മറുപടി കൊടുക്കണം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. RSSനോട് വിധേയപ്പെട്ട് പണ്ടൊരു നേതാവ് കേരളത്തിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, RSSന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു സമാധാനം ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം RSSനെ ചെറുക്കേണ്ടത് ഈ നാട് ഒന്നാകെ നിന്നിട്ടാണ്. അത് ഈ ജനാധിപത്യ ബോധത്തിൻ്റെ ഉത്ഭവത്തിൽ ജനാധിപത്യം ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരും RSS എന്ന് പറയുന്ന വർഗീയ വിഷലിപ്തങ്ങളെ ഒരുപോലെ മാറ്റി നിർത്തണം. അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിന് ആ ക്രെഡിറ്റേ കൊടുക്കുന്നുള്ളൂ. ചാണകക്കുഴിയിൽ നിന്ന് ചന്ദനം മണക്കില്ലല്ലോ, അത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാനൊരു കാര്യം, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു പോലീസുകാരൻ, ഡൽഹി പോലീസിലെ ഒരു മനുഷ്യൻ വന്നിട്ട് സമരവേദിയിൽ ഇരുന്നിട്ട് രാജിക്കത്ത് അവിടെ സമർപ്പിക്കുന്നത്. കേരളത്തിലെ എല്ലാ മീഡിയാസും അത് ചർച്ച ചെയ്താണ്. അതിന് കാരണം എന്താ പറയുക, ഈ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ തല്ലരുത് എന്നാണ് ആ പോലീസുകാരൻ അവിടെ എന്ന് പറഞ്ഞത്. ഈ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നാളെയുടെ പ്രതീക്ഷകളാണ്. അവർ നാളെ ഈ നാട്ടിലെ പല മേഖലകളിൽ അവരുടേതായ കഴിവ് തെളിയിക്കേണ്ട ആളുകളാണ്. അവരെ കൊല്ലണമെന്നാണ് ഈ മനുഷ്യത്വമില്ലാത്ത മനുഷ്യപടം എന്ന് വിളിച്ചു പറയുന്നത്. ഇയാളൊരു കേരളക്കാരനായി പോയല്ലോ എന്നുള്ള ഒരു ഒറ്റ വിഷമേ നമ്മുടെ ഉള്ളിലുള്ളൂ. കേരളത്തിൻ്റെ ഒരു സവിശേഷത ഉണ്ട്, 80% മനുഷ്യരും മലീമസമായി ഏത് കൊലയിലും ഒരു ചീഞ്ഞ പഴം ഉണ്ടാവും. നമ്മൾ അത്രയേറെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ജനത, മതനിരപേക്ഷത എപ്പോഴും ഈ നാട്ടിലെ ശ്വാസത്തിലും വീപ്പിലും എപ്പോഴും മനുഷ്യത്വം, ജനാധിപത്യവും മാനവികതയും പറയുന്ന ഈ ജനതയ്ക്ക് ഇത് ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കണ്ണി ചോരയില്ലാത്ത RSS കാരൻ എന്ന് പറയുന്ന ഈ ഉളുപ്പില്ലാത്ത മനുഷ്യനെ കേരളം അവജ്ഞയോടെ തള്ളുന്നതും ബാക്കിയുള്ള ഈ CJP പ്രതിഷേധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത മനുഷ്യരെ ഹൃദയത്തിൽ കേരളം സ്വീകരിക്കുന്നതും. കേരളത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു സുഹൃത്തിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? അപ്പോൾ കുറച്ച് ജെൻസി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ജെൻ ആൽഫ ആ ഒരു കാറ്റഗറി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇക്ക ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ കുട്ടികളൊരു സമരം ചെയ്യലേ, ആ സമരത്തിന് എന്നാൽ കഴിയുന്നൊരു പിന്തുണ കൊടുക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചു, ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തിളക്കുന്നുണ്ടല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ ഈ രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ വരും, എന്നെപ്പോലുള്ളവർ വരണം. അങ്ങനെ വന്നവരാണ് ജന്തർ മന്ദറിലെ പോരാട്ടം നയിച്ചത്. ആ സമരവീര്യം അത് കാണണം, അവരെ കണ്ണിലെ തീക്ഷ്ണത കാണണം.